ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് ഭീതി പടർത്തി വീണ്ടും പാമ്പുകൾ. കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമായ 2 പേരടക്കം 5 പേർ മരിച്ചു. ഇന്ന് 4 പേർക്കാണ് കടിയേറ്റത്. തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ വീടുകളിൽ നിന്ന് പാമ്പിനെ പിടികൂടി. കുറ്റ്യാടിയിൽ കുട്ടികളുടെ തലയണയ്ക്കടിയിൽ 5 പാമ്പിൻ കുഞ്ഞുങ്ങളെ കണ്ടെത്തി. ചൂടുകാലം ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത് ഇതുവരെ പാമ്പ് കടിയേറ്റത് 27 പേർക്കാണ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഭീതി സംസ്ഥാനത്തുടനീളമുണ്ട്, സംശയമില്ല. ഇപ്പോൾ ഓരോ ദിവസവും കൂടുതൽ കേസുകൾ, വീടിനുള്ളിൽ പോലും കട്ടിലിൽ പോലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും ഈ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതോടുകൂടി പാമ്പുകൾക്ക് മാളത്തിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥ വരികയും അവ കൂട്ടമായി തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും നിന്നും ദൃശ്യമാകുന്നത്. 27 പേരെയാണ് പാമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കടിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേർ മരണത്തിന് കീഴടങ്ങി എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലും ഇടുക്കിയിലുമൊക്കെയാണ് വീട്ടമ്മമാരടക്കമുള്ളവർ ഈ പാമ്പ് കടിയെ തുടർന്ന് മരിച്ചത്. നേരത്തെ തൃശ്ശൂരിലും കായംകുളത്തുമൊക്കെ പാമ്പ് കടിയേറ്റ് കുട്ടികളടക്കമുള്ളവർ മരിക്കുന്നതും അവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒരു മാറ്റവുമില്ലാതെ വീണ്ടും ഈ ഒരു പാമ്പിൻ്റെ ഭീതി തുടരുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇന്ന് തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുട കോറോത്തുപറമ്പിൽ 2 പേർക്ക് പാമ്പ് കടിയേറ്റിരുന്നു. വെള്ളയപ്പറമ്പിൽ പ്രസീത എന്ന സ്ത്രീക്ക് വീട്ടിലെ പുല്ല് പറിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു. ഒപ്പം താമരശ്ശേരി കനാൽ ബന്ധിന് സമീപത്ത് വെച്ച് നടപ്പറമ്പ് സ്വദേശിയായ സനീഷ് എന്നയാൾക്കും പാമ്പിൻ്റെ കടിയേറ്റു. അദ്ദേഹം കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്നു. സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനെ താമരശ്ശേരിയിൽ എത്തിയപ്പോഴാണ് പാമ്പ് കടിച്ചത്. ഒപ്പം പേരാമ്പ്ര കണിപ്പൊയിൽ അഞ്ജലി എന്ന യുവതിക്കും പാമ്പിൻ്റെ കടിയേറ്റിരുന്നു. അവരെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ഇപ്പോഴും പുതുതായി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുമ്പ് എങ്ങുമല്ലാത്ത വിധം കൂടുതൽ ആളുകൾ ഈ പാമ്പ് കടിയേൽക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒപ്പം ഇന്നലെയാണ് കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ നിന്നും 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ 1 വയസ്സുള്ള ആൺകുഞ്ഞും 8 വയസ്സുള്ള പെൺകുഞ്ഞും കിടന്നുറങ്ങുന്ന കിടക്കയുടെ സമീപത്ത് തലയണക്കടുത്ത് നിന്നുമാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഈ 8 വയസ്സുള്ള പെൺകുട്ടി ഈ ശുചിമുറിയിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് വീടിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 3 പാമ്പുകളെ കൂടി കണ്ടെത്തിയത്. അങ്ങനെ ആ വീട്ടിൽ നിന്നും പൂർണ്ണമായ 5 പാമ്പുകളെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വീട്ടുകാർ ആ വീട്ടിൽ നിന്നും ഒഴിഞ്ഞ് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെയൊക്കെ ഈ അടച്ചുറപ്പില്ലാത്ത വൃത്തിഹീനമായ രീതിയിലുള്ള വീടുകളിലൊക്കെയാണ് ഈ പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നല്ല ചുമരുകളുള്ള, നല്ല ടൈലിട്ട തറകളൊക്കെ ഉള്ള വീടുകളിലേക്കും പാമ്പുകൾ എത്തുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന വസ്തുത. പ്രധാനമായും ഈ വെള്ളിക്കെട്ടൻ വിഭാഗത്തിലുള്ള പാമ്പുകൾ ഈ പുഴയിലൊന്നും കിടക്കാൻ വയ്യാതെ ചൂട് കൂടുമ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങി അത് തണുപ്പ് അനുകൂലമായ ഘടകമുള്ള അല്ലെങ്കിൽ തണുപ്പ് വേണ്ട ഒരു പാമ്പാണ്. അവ തണുപ്പ് തേടി വരും. അങ്ങനെയാണ് ആ വീടിനുള്ളിലേക്ക് മറ്റുമൊക്കെ പലപ്പോഴും കയറുന്നത്. ഒരുപക്ഷെ തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ, ജനലുകൾ എന്നിവയിൽ കൂടിയും ഒപ്പം ഈ കാട്ടിലേക്കും മറ്റും തുറന്നിരിക്കുന്ന ചെറിയ ദ്വാരങ്ങളിൽ കൂടിയും ഒക്കെയാണ് ഈ പാമ്പുകൾ അകത്തേക്ക് കയറുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് വിദഗ്ധരൊക്കെ നൽകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, മരണനിരക്ക് വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഒപ്പം ഈ വെള്ളിക്കെട്ടൻ വിഭാഗത്തിലുള്ള പാമ്പ് കടിച്ചാൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവില്ല, അല്ലെങ്കിൽ പാമ്പ് കടിച്ച ഒരു പ്രതീതി ഉടൻ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കുറച്ചു നേരം കഴിയുമ്പോൾ ശരീരത്തിൽ ഈ വിഷം കയറുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, അവയിൽ നിന്നാണ് പിന്നീട് പാമ്പ് കടിയേറ്റു എന്ന് പലപ്പോഴും പലരും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചികിത്സ കൃത്യസമയത്ത് നൽകാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. എന്തായാലും അതീവ ജാഗ്രത അനിവാര്യമായ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രഞ്ജിത്ത്, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. നിരവധി സ്ഥലങ്ങളിൽ അപകടകാരികളായ പാമ്പുകളെ കണ്ടെത്തുന്നു. ജാഗ്രത വേണമെന്നുള്ള മുന്നറിയിപ്പ് അധികൃതർ നൽകുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.